ഹേ ഫ്രണ്ട്സ്, കേരളത്തിലെ എല്ലാ ഗെയിമർ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വേറെ ലെവൽ വെറൈറ്റി വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേപോലുള്ള ഒരു ലോ എൻഡ് പി സി ആണോ, അല്ലെങ്കിൽ ലോ എൻഡ് മൊബൈൽ ആണോ? എത്ര ലോ എൻഡ് ആയിക്കോട്ടെ, ഞാൻ ഇവിടെ താഴെ പറയുന്ന മിനിമം റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പി സിയിൽ ഒരു 30+ FPS റേറ്റിൽ നമുക്ക് നമ്മുടെ GTA Vice City കളിക്കാൻ പറ്റുമെങ്കിൽ വിശ്വാസമായില്ലേ? ഞാൻ ഇതിനകത്ത് തെളിയിച്ച് കാണിച്ചു തരും. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഇത് 2 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഓൾഡർ നെറ്റ്ബുക്കിൽ അല്ലെങ്കിൽ ഓൾഡർ പി സി ലാപ്ടോപ്പ് ലോ എൻഡ് സ്പെക്കുള്ള ഇങ്ങനെ ഒരു ഡിവൈസിൽ നമ്മളെങ്ങനെ GTA Vice City സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നതാണ്. പിന്നുള്ള സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ നമ്മൾ ഇങ്ങനത്തെ മൊബൈലിൽ എങ്ങനെ കയറ്റി ഡൗൺലോഡ് ചെയ്ത് നമ്മൾ എങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് കളിക്കുമെന്ന് പറയുന്നുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പാക്കാതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ. അപ്പോൾ ഇതാണ് എൻ്റെ നെറ്റ് ബുക്ക്. ഇത് HP കോംബാക്കിൻ്റെ 2009 മോഡൽ നെറ്റ് ബുക്കാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ സ്പെക്ക് വിവരങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചിട്ട് നോക്കുക. ഇത് നമ്മുടെ മിനിമം റിക്വയർമെൻറ്റുമായിട്ട് അത് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് നമ്മൾ നേരാവണ്ണം കളിക്കുമ്പോൾ ഇത് ഭയങ്കര ഒടുക്കത്തെ ലാഗായിരിക്കും. കാരണം ഇതെൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുവാണ്. സോ നമ്മൾ ഈ ഗെയിം നമ്മുടെ നെറ്റ് ബുക്ക് അല്ലെ ലാപ്ടോപ്പ് അല്ലെ PC മൊബൈൽ അത് എന്തായാലും നമ്മുടെ ആ ഡിവൈസിൽ അത് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മുടെ ഡിവൈസ് സ്മൂത്താക്കി അത് GTA Vice City അല്ല കിടിലനായിട്ട് കളിക്കാൻ പറ്റിയ 5 ടിപ്സാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടിപ്സ് എല്ലാവരും മസ്റ്റായിട്ട് അത് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടത്തുള്ളൂ. സോ ആരും സ്കിപ്പൊന്നും അടിക്കല്. നമുക്ക് നേരെ സ്റ്റെപ്പ് 1ലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്തുവാന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഫയൽ എക്സ്പ്ലോറർ ആപ്പിലേക്ക് പോവുക, അതായത് നമ്മുടെ ഫയൽസ് ആപ്പിലേക്ക് പോവുക. എന്നിട്ട് നമ്മുടെ ദിസ് PC അല്ലെ കമ്പ്യൂട്ടർ അങ്ങനെ ഒരു ഓപ്ഷൻ കാണും, അതിനകത്ത് വരിക. എന്നിട്ട് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുക്കുക. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് ടാബ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ അഡ്വാൻസ് സിസ്റ്റം സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതാ അടുത്തൊരു പുതിയൊരു ടാബ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് അഡ്വാൻസ്ഡ്, ഇപ്പോൾ അഡ്വാൻസ് തന്നെയാണ് കിടക്കുന്നത്. അഡ്വാൻസ്ഡിൽ പോയിട്ട് പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു ടാബുണ്ട്, അതിനകത്ത് സെറ്റിങ്സ് എടുക്കുക. ഓക്കെ, സെറ്റിങ്സ് എടുത്തിട്ട് ഇവിടെ കിടക്കുന്നത് ഡിഫോൾട്ട് എന്ന് പറയുമ്പോൾ ലെറ്റ് വിൻഡോസ് ചൂസ് വാട്ട് ഈസ് ദ ബെസ്റ്റ് ഫോർ മൈ കമ്പ്യൂട്ടർ ആയിരിക്കും. അത് മാറ്റി നമ്മൾ അഡ്ജസ്റ്റ് ഫോർ ബെസ്റ്റ് പെർഫോമൻസ് ഇടുക. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് അപ്ലൈ കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് ടിപ്പ്. ഇതിൽ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ഏകദേശം അത്യാവശ്യം ഒരു 20% ഒപ്റ്റിമൈസ് ആയിട്ട് കിട്ടും. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, അതിന് നമ്മൾ വേറെ എവിടെയും പോകണ്ട. ദാണ്ട് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സിസ്റ്റം പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഈ ഒരു ടാബിൽ തന്നെ നമ്മൾ ഈ പെർഫോമൻസ് സെറ്റിങ്സ് തന്നെ എടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ ഒരു അഡ്വാൻസ്ഡ് ഓപ്ഷൻ ഉണ്ട്. ആ അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ദാണ്ട് ഇവിടെ വിർച്വൽ മെമ്മറി എന്ന് പറയുന്ന ഒരു ടാബ് കാണാൻ പറ്റും. എന്നിട്ട് നമ്മളിവിടെ ചേഞ്ച് കൊടുക്കുക. ഓക്കെ, ചേഞ്ച് കൊടുത്തിട്ട് ഇവിടെ കസ്റ്റം സൈസ് അത് നമ്മുടെ ഇവിടെ ഡിസേബിൾ ആയിരിക്കും. അപ്പോൾ ഈ കസ്റ്റം സൈസ് ഒന്ന് എനേബിൾ ചെയ്തിട്ട് നമ്മുടെ ഇനീഷ്യൽ സൈസ്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന് അത്യാവശ്യം HDD അതായത് ഹാർഡ് ഡിസ്ക് സ്റ്റോറേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു 2048 MB, ഇവിടെ 2048 ആയിട്ട് ഇനീഷ്യൽ സൈസും മാക്സിമം സൈസായിട്ട് 4096, അതായത് 2GB 4GB, അതായത് നമ്മുടെ വിർച്വൽ മെമ്മറി 2GB ആയിട്ടും 4GB ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യണം. ഓക്കെ, സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ ഒരു റെക്കമെൻഡേഷൻ തരാം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ തവണയും അത് റീസ്റ്റാർട്ട് ചെയ്യണം, നമ്മുടെ PC റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് കൂടുതൽ ഒപ്റ്റിമൈസ് ആകും. അതിൻ്റെ കൂടെ ഇതൊക്കെ നമ്മുടെ ഡിവൈസിലേക്ക് ആഡ് ആകും, സെറ്റ് ആകും. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ 2 ഐഡിയ, അതായത് 2 ടിപ്സാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോകാം. മൂന്നാമത്തെ ടിപ്പ് നമ്മുടെ ഫയൽ മാനേജർ, അതായത് ഫയൽ എക്സ്പ്ലോററിൽ തന്നെയാണുള്ളത്. നമ്മൾ നേരെ ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഗെയിം കിടക്കുന്ന സ്ഥലത്തോട്ടൊന്ന് പോവുക. ഓക്കെ, ഞാൻ ഇപ്പോൾ ഗെയിം കിടക്കുന്ന ആ ഫോൾഡറിലോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഗെയിം ഇതാ ഇവിടെ കിടപ്പുണ്ട്. എൻ്റെ ഗെയിം ഇവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയൊരു പണിയും കൂടി ഇവിടെ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആദ്യം ആ ഗെയിം ഉണ്ടല്ലോ അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതാണ്ട് ഇവിടെ ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഷോർട്ട് കട്ട് ഇതാണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എക്സ്ട്രാ ഒന്ന് കാണിച്ചു തന്നെയാണ്. എൻ്റെ കയ്യിൽ ഓൾറെഡി ആ ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് രണ്ടാമത്തേന്ന് കാണിക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി ആ ഷോർട്ട് കട്ടിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുക്കുക. അപ്പോൾ പ്രോപ്പർട്ടീസ് വിൻഡോയിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോ, അതായത് പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യും. അതിനകത്ത് നമ്മൾ കമ്പാറ്റിബിലിറ്റി ടാബ് എടുക്കുക. ഇവിടെ കമ്പാറ്റിബിലിറ്റി ഉണ്ട്. കമ്പാറ്റിബിലിറ്റി ടാബ് എടുത്തിട്ട് ഇതാണ്ട് ഇവിടെ റൺ ദിസ് മോഡ്
ഇത് കണ്ടോ, ഈ റൺ ദിസ് പ്രോഗ്രാമിംഗ് കമ്പാറ്റബിലിറ്റി മോഡ് ഫോർ, അത് ടിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ പോയിട്ട് വിൻഡോസ് XP സർവീസ് പാക്ക് 3 എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതാണ്ട് ഇവിടെ റൺ ഇൻ 640x480 സ്ക്രീൻ റെസൊല്യൂഷൻ ഉണ്ട്, അത് ടിക്ക് ചെയ്യുക. ഡിസേബിൾ വിഷ്വൽ തീംസ് ടിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ പ്രിവിലേജ് ലെവലിൽ റൺ ദിസ് പ്രോഗ്രാം അവസാനം അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, അതും കൂടി ടിക്ക് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുക. ഓക്കെ, അപ്ലൈ കൊടുത്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഗെയിമിൻ്റെ ഔട്ട്വാർഡ് അപ്പിയറൻസും ഗെയിമിൻ്റെ FPS ഗ്രോത്തിന് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ടിപ്പ്. അപ്പോൾ അടുത്ത നമുക്ക് നാലാമത്തെ ടിപ്പിലേക്ക് പോവാം. അപ്പോൾ നാലാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, അതിന് നമ്മൾ ആദ്യം നമ്മുടെ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഞാൻ എൻ്റെ ഗെയിം ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ഇവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. GTA Vice City അതായത് നമ്മുടെ ഗെയിം എടുക്കുമ്പോൾ ഫോൾഡറിൽ നിന്നാണ് എടുക്കുമ്പോൾ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷൻ എപ്പോഴും ക്ലിക്ക് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ഗെയിം നല്ല അടിപൊളിയായിട്ട് ഓപ്പൺ ചെയ്തിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗെയിം ഓപ്പൺ ആകാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 60% ഒപ്റ്റിമൈസേഷൻ ആയി കാണും. സോ നമ്മളിനി വെയിറ്റ് ചെയ്യുക ഗെയിം ഇച്ചിരി ലോഡാകാൻ. കാരണം ഇതൊരു ലോ എൻഡ് PC ആണ്, 1 GB റാമാണ്. ഇതിൻ്റെ സ്പെക്ക് എന്ന് പറയുമ്പോൾ 1 GB റാമാണ്, ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആകുന്നവരെ ഒന്ന് നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഗെയിം ഇവിടെ വരുന്നുണ്ട്. ഇത് നമ്മുടെ ലോ എൻഡ് ആയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ റോക്ക് സ്റ്റാറിൻ്റെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് കാണിക്കില്ല. സോ നമ്മളൊരു എൻ്റർ അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ വൈസ് സിറ്റീൻ്റെ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ഇനി ഇത് നമ്മുടെ പ്ലേ ഓപ്ഷൻസ് എക്സിറ്റ് അതൊക്കെ വരുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഗെയിം അത്യാവശ്യം സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുവാണെങ്കിൽ നമ്മൾ ഓപ്ഷൻസ് എടുക്കുക. ഇതാണ് നാലാമത്തെ ടിപ്പ്, ഓപ്ഷൻസ് എടുക്കുക. എന്നിട്ട് ഡിസ്പ്ലേ സെറ്റപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. എന്നിട്ട് ബ്രൈറ്റ്നെസ് ഒക്കെ എന്താ നിങ്ങളുടെ ഇഷ്ടം, എന്നാൽ കുറച്ചിടുന്നതാണ് ഇച്ചിരി കൂടി നല്ലത്. കാരണം ഇത് ഹീറ്റ് ആകുന്നത് നമ്മുടെ CPU-യും GPUs ഒക്കെ കൂട്ടും. സോ എന്നിട്ട് ഇവിടെ രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട്, ഡ്രോ ഡിസ്റ്റൻസ്. അത് ഏറ്റവും നമുക്ക് പരമാവധി കുറച്ചിടുക. അതായത് 1-ലും 2-ലൊന്നും ഇടുക, അല്ലെങ്കിൽ മിനിമം 3-ഓ 4-ഓ ഒക്കെ ഇടുക, അല്ലെങ്കിൽ ഒരുമാതിരി ഇരിക്കും. അത്രയൊക്കെ ഇടുമ്പോൾ നമുക്ക് പറ്റുന്ന അത്രയും ലോ ആക്കി ഇടുക. ഇതിനകത്ത് ഇപ്പോൾ കിടക്കുന്നതെന്ന് പറയുമ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മുടെ ഒരു ഹാഫൊക്കെ വരെ കിടക്കും. ഓക്കെ, ആൻഡ് ഫ്രെയിം ലിമിറ്റർ ഇത് മസ്റ്റ് സ്റ്റെപ്പാണ്. ഫ്രെയിം ലിമിറ്റർ എപ്പോഴും ഓണായിട്ട് തന്നെ വെക്കുക. പിന്നെ സബ് ടൈറ്റിൽ ഓഫ് ആക്കുക, വൈഡ് സ്ക്രീൻ ഓഫ് ആക്കുക, മാപ്പ് ലെജൻഡൊക്കെ ഓഫ് ആക്കുക. ഇത് കസ്റ്റമായിട്ട് തന്നെ അടക്കുക. പിന്നെ ഇവിടെ വരുമ്പോൾ സ്ക്രീൻ റെസൊല്യൂഷൻ ഉണ്ട്, ഇതെപ്പോഴും നമുക്ക് പറ്റുന്ന അത്രയും കുറച്ച് തന്നെ ഇടാൻ നോക്കുക. അതാണ്ട് ഞാൻ ഇപ്പോൾ ഏറ്റവും കുറച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ്ട് ഇവിടെ 640x480 32 dpi. അപ്പോൾ ഇതാണ് ഏറ്റവും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഈ ഒരു ഓപ്ഷനാണ്. കാരണം ഇതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഡിഫോൾട്ട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഗെയിമിനെ സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സ്ക്രീൻ റെസൊല്യൂഷനാണ്. അത് ഏറ്റവും ലോയിൽ തന്നെ നമ്മൾ ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും നമ്മുടെ നാലാമത്തെ ടിപ്പ്. അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ടിപ്പായിട്ട് എടുക്കേണ്ട റെക്കമെൻഡേഷനാണ്. നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ബ്രൗസറും മറ്റുള്ള ഫയൽ എക്സ്പ്ലോറർ ആകട്ടെ ഏത് ആപ്പായാലും നമ്മൾ അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഗെയിം ഓപ്പൺ ആക്കുക. അപ്പോൾ നമ്മുടെ CPU-യും റാം യൂസേജൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആപ്സിൻ്റെയൊക്കെ യൂസേജൊക്കെ കുറയും. സോ നമ്മുടെ ഗെയിം പരമാവധി സ്മൂത്ത് ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്താണ്ട് ഇപ്പോൾ അത്യാവശ്യം ലാഗ് ഫ്രീ ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. ഞാൻ സ്റ്റാർട്ട് ഗെയിം കൊടുക്കുവാണ്, ഞാൻ ഇപ്പോൾ ലോഡ് ഗെയിമാണ്. ഞാൻ ഇതിനകത്ത് തന്നെ കളിക്കാറുണ്ട്. കണ്ടോ, ഞാൻ ഇവിടെ 2 ടാസ്ക് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് തുടങ്ങിയേ ഉള്ളൂ. ഓക്കെ, ഞാൻ യെസ് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് കളിച്ച് കാണിച്ചു തരാം. കണ്ട ലോഡിങ് സ്പീഡൊക്കെ നമ്മളുടെ അത്യാവശ്യം നല്ലൊരു കമ്പാറ്റബിലിറ്റി തന്നെ പോകുന്നുണ്ട്. നമ്മുടെ ഗെയിം ഇപ്പോൾ വരുന്നുണ്ട്. കണ്ടോ ഒരു നല്ല അടിപൊളി സ്മൂത്തായിട്ട് ഓടുന്നുണ്ട് ഗെയിം. നമ്മുടെ അത്യാവശ്യം ക്രൗഡൊക്കെ വരുമ്പോൾ നമ്മുടെ FPS വേണമെങ്കിൽ അത്യാവശ്യം പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ലാപ്ടോപ്പിൽ നമ്മളൊരു മൗസൊക്കെ കണക്റ്റ് ആയിട്ട് കളിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ അതേ ഒരു കാറിൽ കയറി ഞാൻ വണ്ടി ഓടിക്കുകയാണ്. കണ്ടോ, നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് ഗെയിം. സോ ദിസ് ഈസ് ദ പ്രൂഫ്. ഇത്രയും തന്നെ നമുക്ക് മതിയാവും. കാരണം ഇത് അതായത് ഒരു 1 GB റാം 1 GB റാമുള്ള ഒരു PC-യിൽ ഇതൊക്കെ കളിക്കുന്നത് പോസിബിൾ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഈ ഒപ്റ്റിമൈസേഷൻ തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. കാരണം ഇതിന് മുമ്പേ ഞാൻ കളിച്ചപ്പോഴത്തേക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് ലാഗിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 5 FPS അല്ലെങ്കിൽ 10 FPS ഒക്കെ മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ മാക്സിമം. അപ്പോൾ ഈ ഒപ്റ്റിമൈസേഷൻ നിങ്ങൾക്ക് ഹെൽപ്പായിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെൽപ്പായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ പറയുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ സ്റ്റേ ട്യൂൺഡ്. ഇനിയും നമ്മൾ ഇതേപോലത്തെ നല്ല ഹെൽപ്ഫുൾ വീഡിയോയും ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.